ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളിതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരിക്കാം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിഡിന് തന്നെ ഒരു ടേസ്റ്റ്. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി മാത്രം സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് കപ്പാണ്. ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഒരു 2 ഗ്ലാസ് എടുക്കാം. അത് ഞാൻ അതിൻ്റെ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജ്യൂസർ ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സർ ജാറിലിട്ട് അടിച്ചും പിഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ എന്ന് വെച്ചാൽ 2 കപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കിയിട്ട് ഉടച്ചെടുത്തേക്കുന്നതാണ്. നമുക്കിനി ഇതിലോട്ട് മുന്തിരിയുടെ ജ്യൂസും ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മുന്തിരിയുടെ ജ്യൂസും ഉണ്ട്. അപ്പോൾ ഇത്രയും ചേർക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് അടിക്കുന്ന മുന്തിരിക്ക് എപ്പോഴും ഒരു പുളിപ്പുണ്ടാവും. ഈ ഒരു ഷേക്കിന് നമുക്കൊരു പുളിപ്പ് രസം കൂടെ വേണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിലോട്ട് വാനില ഐസ്ക്രീം 2 സ്കൂപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് മുന്തിരിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഈ ഒരു ഷേക്കിന് എപ്പോഴും ഒരു പുളിയും കൂടെ ഉണ്ടാകും. അതാണ് നമ്മുടെ ഈ ഷേക്കിന് ഒരു പ്രത്യേകത നൽകുന്നത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.